ഒരു വീഡിയോ കണ്ടായിരുന്നോ? മൊട്ടപ്പപ്സ് തിന്നുന്ന നമ്മുടെ ടോവിനോ ചേട്ടനും ബീസിലേട്ടനും കൂടെ. അതിലൊരു പാട്ട് കേട്ടായിരുന്നോ? ശരിക്കും നീ എന്റെ കണ്ണിൽ കാണും എപ്പോഴും ഇതില് ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് എന്റെ അച്ഛനാ ഇതിപ്പോ ട്രെൻഡിങ് ആണെന്നുള്ള കാര്യം അറിഞ്ഞോ? എത്ര പേരാ ഇൻസ്റ്റഗ്രാമിൽ ഇടുന്നതെന്ന് അറിയോ? അത് ട്രെൻഡിങ് ആക്കിയ എല്ലാവർക്കും താങ്ക് യു. ഹായ് ഹലോ, വെൽക്കം ടു ടേണിംഗ് പോയിന്റ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് വേദിക കുട്ടിയാണ്. ഈ പേര് നമുക്ക് പരിചയമില്ലായിരിക്കും, പക്ഷെ കുട്ടിപാടി പാട്ട് ഭയങ്കര ഫെമിലിയർ ആണ്. ഇൻസ്റ്റഗ്രാമിന്റെ ട്രെൻഡിങ് ആയിട്ടുള്ള എന്റെ കണ്ണിൽ പാടിയ വേദിക കുട്ടിയാണ്. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇതാരാണ് പാടിയത്, ആ സുന്ദരി പാട്ടുകാരി കുട്ടിയെ മുമ്പിൽ കൊണ്ടുവന്നൊക്കെ. അങ്ങനെ എല്ലാവരുടെയും റിക്വസ്റ്റ് പ്രകാരം ഞങ്ങള് വേദിക കുട്ടിയെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഹായ് വേദിക. ഹലോ. വേദികയാണെങ്കിലല്ലേ, ഒരു വീഡിയോ കണ്ടായിരുന്നോ? മൊട്ടപ്പപ്സ് തിന്നുന്ന നമ്മുടെ ടോവിനോ ചേട്ടനും ബീസിലേട്ടനും കൂടെ ഒരു വീഡിയോ കണ്ടായിരുന്നോ? അതിലൊരു പാട്ട് കേട്ടായിരുന്നോ? ശരിക്കും ഞാൻ അറിഞ്ഞില്ലല്ലോ. ഒരു പാട്ടാവുന്ന പാടുവോ നമുക്ക് വേണ്ടി? നീ എന്റെ കണ്ണിൽ കാണും എപ്പോഴും എന്റെ കണ്ണിൽ ഇല്ലേ എന്റെ കണ്ണിൽ നീ എന്റെ കണ്ണിൽ കാണും എപ്പോഴും എന്റെ കണ്ണിൽ ഇല്ലേ എന്റെ കണ്ണിൽ കാണും നീ എന്ന സ്നേഹം, ഒരു നോക്കല് നീ എന്ന സ്വപ്നം, എൻ ജീവൻ നീ, എൻ ശ്വാസവും നീ. ഇതില് ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് എന്റെ അച്ഛനാ പാടിയത്. അച്ഛനാണോ പാടിയത്? ഇതിപ്പോ ട്രെൻഡിങ് ആണെന്നുള്ള കാര്യം അറിഞ്ഞോ? എത്ര പേരാ ഇൻസ്റ്റഗ്രാമിൽ ഇടുന്നതെന്ന് അറിയോ? അത് ട്രെൻഡിങ് ആക്കിയ എല്ലാവർക്കും താങ്ക് യു. കൊറേ പേര് പറയുന്നുണ്ട് വേദിയെ കാണണം, സംസാരിക്കണം എന്നൊക്കെ. അതൊക്കെ കണ്ടായിരുന്നോ? ആണോ? സന്തോഷായോ? സന്തോഷായി. എപ്പോഴീ പാട്ട് പാടിയേ? അത് ഞാൻ 6 വയസ്സായിപ്പോ. 6 വയസ്സോ? 2 വർഷം മുമ്പ്. 2 വർഷം മുമ്പോ? പക്ഷെ ഇപ്പഴാണല്ലോ ട്രെൻഡിങ്. അതെന്താ ഇത്ര സമയം എടുത്ത ട്രെൻഡിങ്? കുഴപ്പമില്ല, ഇപ്പൊ ട്രെൻഡിങ് ആയല്ലോ. ആണാ? ഇനി പാട്ടൊക്കെ പാടാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഉണ്ടോ? ഏതൊക്കെ തരം പാട്ട് പാടും മോള്? റാപ്പ് പാടും, പിന്നെ മെലഡീസ് പാടും. ഇതെങ്ങനെ ഈ പാട്ട് എങ്ങനെ ആദ്യം എഴുതാൻ തോന്നിയത്? അത് എന്റെ ഫ്രണ്ട് എപ്പോഴും ഇങ്ങനെ ഒരു ട്യൂൺ അടിച്ചു തരും. അപ്പോ അച്ഛനൊരു ഇതുണ്ട്, സ്വഭാവമുണ്ട്. എപ്പോഴും ഇങ്ങനെ ആ പാട്ടില് ഹിന്ദി പാട്ട് പാടും. എങ്ങനെ ഹിന്ദി പാട്ടുണ്ടാക്കും. അപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് ബോർ അടിച്ചിരുന്നിട്ട് അച്ഛന്റെ ഹിന്ദി പാട്ട് കഴിഞ്ഞിട്ട് ഞാൻ പോയി അച്ഛൻ്റെ അടുത്തോട്ട് ഞാൻ പാടാന്ന്. എനിക്ക് ആ സമയത്ത് അത്രക്കും മലയാളമൊന്നും അറിയത്തില്ല, കുഞ്ഞതായിരുന്നു. പക്ഷെ അപ്പോ എനിക്ക് വന്നത് നീ എന്റെ കണ്ണിൽ കാണും എപ്പോഴും എന്റെ കണ്ണിൽ ഇല്ലേ എന്റെ കണ്ണിൽ. അത് 2 പ്രാവശ്യം പാടി. അത് കഴിഞ്ഞിട്ട് ഇതേ പാട്ടൊന്നും അല്ല അത് ഞാൻ പാടിയത്. ഇതൊക്കെ അച്ഛൻ എഴുതിയെടുത്തതാ ബാക്കി കൊണ്ട്. അത് ഞാൻ പാടിയത്. അത് ഞാൻ നീ എന്റെ ജീവൻ, നീ എന്ന ശ്വാസം, അങ്ങനെ കുറേ പാടി. അച്ഛൻ ബാക്കി എഴുതി, പക്ഷെ ഈ പാട്ട് കമ്പോസ് ചെയ്തത് ഞാനാണ്. അപ്പൊ കമ്പോസർ സിംഗറും ഒക്കെ മോളല്ലേ? ഈ പാട്ടിന്റെ ഹുക്കും എഴുതിയത് ഞാനാ. എത്ര പേർക്കാ വേദിക കുട്ടിയെ കാണുന്ന ആർക്കും അറിയത്തില്ല ഇത് ആരാ പാടി. നോക്കിയോ, സോങ്ങിന്റെ ഫീഡ് വേദിക എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മള് കഷ്ടപ്പെട്ട് മോളെ ഇവിടെ കൊണ്ടുവന്നു എല്ലാവർക്കും ഇതാകാൻ വേണ്ടി. ഇനി എങ്ങനെയാ, വലിയ പാട്ടുകാരിയാകണോ? ആണോ? പാട്ട് പഠിക്കാനൊക്കെ പോകുന്നുണ്ടോ? ഇല്ല. അച്ഛനാണോ അപ്പൊ ഏറ്റവും വലിയ സപ്പോർട്ട്? അമ്മയാണോ? അപ്പൊ ഇനി പാട്ട് പാടുമ്പോ ഇനി അടുത്ത പാട്ടിലും അച്ഛൻ കൂടെ കാണൂ? കുറച്ചു മുമ്പ് സംസാരിച്ചപ്പോ നമ്മള് ഹുക്ക് എന്ന് പറഞ്ഞില്ലേ, എന്താ ഈ ഹുക്ക്? ഹുക്ക് എന്ന് വെച്ചാൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പോ ഹുക്ക് എന്ന് വെച്ചാ ഇപ്പോ നമ്മുടെ ഞാൻ പാടിയ പാട്ട് ഇല്ലേ എന്റെ കണ്ണിൽ, അതില് നീ എന്റെ കണ്ണിൽ കാണും എപ്പോഴും, അതൊരു ഹുക്കാണ്. അതിപ്പോ റിപ്പീറ്റഡ് ആയിട്ട് വരുവാണ്. ഇപ്പോ 2 പ്രാവശ്യം ഞാൻ പാടി, അത് കഴിഞ്ഞ് പിന്നെ ബാക്കി ലിറിക്സും കൂടെ പാടിയിട്ട് പിന്നെയും പാടും. ഒരേ വരി 2 പ്രാവശ്യം പാടുന്നതാണ് ഹുക്ക്? അങ്ങനെയല്ല, 2 പ്രാവശ്യം പാടുന്ന അങ്ങനെയല്ല.
ഒരാഴ്ച പാടി ഹുക്ക്. ഇപ്പോ അത് കഴിഞ്ഞിട്ട് കുറച്ച് ലിറിക്സും കഴിഞ്ഞ് പിന്നെയും പാടി. പിന്നെ പാടി. അതാണ് ഹുക്ക്. ഇപ്പം ഡബ്സി ചേട്ടൻ പാടിയ ഇല്ലുമിനാത്തി ഇല്ലേ, ഇല്ലുമിനാത്തിയിലെ ഇല്ലുമിനാത്തി ഇല്ലുമിനാത്തി അണ്ണൻ തനി നാടൻ കൊല്ലുമിനാത്തി, അത് അതിന്റെ ഹുക്കാണ്. പക്ഷേ ഒരു പ്രാവശ്യം ചേട്ടൻ പാടി ഡബ്സി ചേട്ടൻ. അത് കഴിഞ്ഞ് പിന്നെയും കുറച്ചും കൂടെ കഴിഞ്ഞപ്പോ പിന്നെയും പാടി ഇല്ലുമിനാത്തി. അങ്ങനെയാണ് ഹുക്ക് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പഠിച്ചത് എൻ്റെ അച്ഛന് കുറേ ബീറ്റ് അയച്ചു കൊടുക്കും, അച്ഛൻ്റെ ഫ്രണ്ട്സ്. അപ്പോൾ അച്ഛൻ അതിൽ ലിറിക്സ് ഉണ്ടാക്കാൻ നോക്കും. അപ്പോൾ അത് റിപ്പീറ്റഡ് ആയിട്ട് വരും. അപ്പോൾ ഞാൻ ഒരു ദിവസം ചോദിച്ചു, അച്ഛൻ ഇത് എന്തിനാ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരും? അപ്പം അച്ഛൻ പറഞ്ഞു അത് ഹുക്കാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട്. അങ്ങനെയാണ് ഒരു ദിവസം ഞാൻ പാടിക്കോട്ടെ എന്ന് പറഞ്ഞ് ഒരു ഹുക്ക് ഉണ്ടാക്കിയത്. അങ്ങനെയാണ് ഈ എൻ്റെ കണ്ണിൽ നല്ല പാട്ടിന്റെ ഹുക്ക് കമ്പോസ് ചെയ്തത് ഞാൻ. അങ്ങനെയാണ് ആ പാട്ട് ഉണ്ടായത്. മോളുടെ ഇൻസ്റ്റഗ്രാം ഞാൻ നോക്കിയപ്പോ ഇല്ലേ 2000 മേളില് റീലുണ്ട്. ഒരു വർഷം എത്ര റീൽ ഇടാറുണ്ട് ഇത്രയൊക്കെ വരണമെങ്കിൽ? ഒരു വർഷം ഇപ്പോ 365 ഉണ്ട്. ഒരു വർഷം 365 ഡേയ്സ് ഉണ്ട്. നോർമൽ വർഷം, ബിപിഎൽ വേറെ. അപ്പൊ ഈ വർഷത്തിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ 365. അപ്പോ ഓരോ ദിവസം അങ്ങനെ ആയിക്കൊണ്ടിരിക്കല്ലേ 365. അപ്പോ ഒരു ദിവസത്തിൽ അറ്റ്ലീസ്റ്റ് 4 റീലെങ്കിലും വരും. അപ്പോ ഒരു 374 ഒക്കെ ആവും. ഞാൻ അത്ര ഒന്നും ആലോചിച്ചു. എപ്പോഴും റീൽ എടുക്കോ? എപ്പോഴെന്ന് വെച്ചാൽ അത് അവരുടെ ഇഷ്ടം. ആരുടെ ഇഷ്ടം? ഉണ്ടാക്കുന്നേ എന്ത് റീൽസോ? അത് റീൽസ് ഉണ്ടാക്കിയാണ്. അത് അവരുടെ ഇഷ്ടം, എത്ര ഇടണം അത് അവരുടെ ഇഷ്ടം. മോളുടെ സോഷ്യൽ മീഡിയ ആരാ മാനേജ് ചെയ്യുന്നത്? അച്ഛനാണോ ഫുൾ മാനേജ് ചെയ്യുന്നത്? ആരാ ഒന്ന് പുറപ്പിച്ച്? അമ്മ. അപ്പൊ പറഞ്ഞു കൊടുക്കോ, എന്റെ ഇതിട്ടാ കൊള്ളായിരിക്കും, ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ടോ? അങ്ങനെയാണ് എന്റെ സോഷ്യൽ മീഡിയയിലുള്ള റീൽസ് ഞാൻ പറഞ്ഞിട്ടാണ് എടുക്കുന്നത്. പക്ഷെ ഇടുന്നതും എഡിറ്റ് ചെയ്യുന്നതും എല്ലാം അമ്മയാണോ? അമ്മ എഡിറ്റിംഗ് പഠിച്ചിട്ടുണ്ടോ? ചിന്നേന് പഠിച്ചിട്ടുണ്ട്. ആണോ? അപ്പം കുടുംബം മൊത്തം കലാകാരന്മാരാണ്. ശരിയാ, എന്റെ നാക്കും കോഴ. സ്കൂളിൽ പോയപ്പം എങ്ങനെയായിരുന്നു? ഈ ഇപ്പോഴത്തെ വീഡിയോ ഒക്കെ ഹിറ്റായില്ലേ, പാട്ടിന്റെ വീഡിയോ ഒക്കെ, അത് ഹിറ്റായി സ്കൂളിൽ പോയപ്പോ എങ്ങനെയായിരുന്നു? കൂട്ടുകാരൊക്കെ എന്തൊക്കെ പറഞ്ഞു? അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഒന്നും പറഞ്ഞില്ലേ? നല്ല പാട്ടോ അങ്ങനെയൊന്നും പറഞ്ഞില്ല. അവര് അങ്ങനെ പഠിത്തത്തിലല്ലേ. ഓ, എത്രയിലായി പഠിക്കുന്ന മോള്? 3-ാണോ? അപ്പൊ പാട്ട് എപ്പോഴാ ഉണ്ടാക്കിയേ? 1-ാം ക്ലാസ്സില്. ഓ, അപ്പൊ പഠിത്തത്തിലായാരണം ആരും പാട്ടൊന്നും കേട്ടില്ലേ? അത് അവരങ്ങനെ യൂട്യൂബ് കാണുന്ന ഇതിലല്ലായിരിക്കല്ലോ, എക്സാം ഒക്കെ വരുന്ന ഇതല്ലേ. 3-ാം ക്ലാസ് കുട്ടിക്ക് ഇത്രയും പരീക്ഷയോ? പഠിക്കോ? നന്നായിട്ട് പഠിക്കോ? സ്കൂളിൽ എങ്ങനെ ഫസ്റ്റ് ആണോ? ആണ്. ഈ നമ്മുടെ റിയാലിറ്റി ഷോയിലില്ലായിരുന്നോ, അതിൽ പോയ സമയത്ത് മോൾക്ക് എത്ര വയസ്സുണ്ട്? 7 years. ഇപ്പൊ മോൾക്ക് എത്ര ഉണ്ട്? 9. പോയി കഴിഞ്ഞപ്പോ എങ്ങനെയായിരുന്നു ആദ്യം മോൾ എങ്ങനെയാ ഷോയിൽ വന്നത്? ആദ്യം ഞാൻ എൻ്റെ അച്ഛനമ്മയോട്, ഞാൻ എൻ്റെ അമ്മൂമ്മയുടെ കൂടെ ബമ്പർച്ചിരി കാണുമായിരുന്നു. എന്ത് കാണുമായിരുന്നു? ബമ്പർച്ചിരി. അപ്പൊ ബമ്പർച്ചിരി കാണുമ്പോൾ എനിക്ക് അവിടെ പോണം എന്നുണ്ട്. ഇത് ചെയ്യാ തമാശ സ്കിറ്റൊക്കെ. അപ്പൊ ഒരു ദിവസം അമ്മ എൻ്റെ പരസ്യം കാണിച്ചു, ഒരു TV-യിൽ ഒരു പരസ്യം കാണിച്ചു, ഇങ്ങനെ ഒരു റിയാലിറ്റി ഷോയിൽ പോകാനൊരു ഇതുണ്ട്. അപ്പൊ അമ്മ പറഞ്ഞു, പക്ഷെ എൻ്റെ ഓഡിഷൻ കൊടുക്കണമെങ്കിൽ ഒരു സ്കിറ്റ് ചെയ്യണം. അപ്പൊ അങ്ങനെ ഞാൻ സ്വന്തമായിട്ട് ഒരു സ്കിറ്റ് ഉണ്ടാക്കി. സ്വന്തമായിട്ട് എഴുതി ഉണ്ടാക്കിയോ? എഴുതിയല്ല, അപ്പൊ തന്നെ വന്നത്. ഇപ്പൊ ബമ്പർച്ചിരി കാണുമ്പോ ഒരു ഇതുണ്ടാവൂലേ എങ്ങനെയൊക്കെ ചെയ്യണമെന്ന്, അതുപോലെ അമ്മയ്ക്കൊന്ന് കാണിച്ചു കൊടുത്ത്. അവർക്കത് ഇഷ്ടമായി, കൊണ്ടുപോയി കിട്ടി. ആദ്യത്തെ റൗണ്ട് കിട്ടി, ബാക്കി റൗണ്ട് എല്ലാം അച്ഛനാ ചെയ്തത്. ആണോ? ജഡ്ജസ് ഒക്കെ ആരൊക്കെയായിരുന്നു അപ്പൊ ഷോയില്? മിയ ചേച്ചി, അംബിക മാം, പിന്നെ വിധു പ്രതാപ്, ഇടയ്ക്കിടയ്ക്ക് ബൈജു സാറ്. ആണോ? എല്ലാരും വരാറുണ്ടോ? എല്ലാരുമായിട്ട് മോള് കമ്പനിയാണോ? ഞാൻ അതിലൊരു ഷോ കണ്ടിട്ടുണ്ടായിരുന്നു, ന്യൂസ് വായിക്കുന്ന ഒരെണ്ണം, ഭയങ്കര ഹിറ്റായ ഒരെണ്ണം അല്ലേ?
അതെങ്ങനെയായിരുന്നു? ഭയങ്കര കോമഡി ആയിരുന്നല്ലോ. നമുക്ക് ചെയ്ത് കാണിക്കാൻ പറ്റൂ ഇപ്പം? ഒന്ന് ന്യൂസ് വായിക്കാൻ കുറച്ചാ എന്നാലും നമുക്ക് നോക്കാം, പറ്റുമോ നോക്കാം, വായിച്ചു നോക്കാം. അപ്പൊ തുടങ്ങിക്കോ. ഷെടാ, ഇത് എവിടെ കൊണ്ടായി വെച്ചതാ? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എനിക്ക് ഈ പേനായിട്ട് ഞാൻ ഈ വാർത്ത ചെയ്യൂല കേട്ടല്ല. എനിക്ക് പേന കിട്ടിയില്ലെങ്കിൽ വാർത്ത വായിക്കാൻ പറ്റൂല, അതുകൊണ്ടാ. അപ്പോ ഇന്നത്തെ പ്രധാന വാർത്തകൾ അത്ര എനിക്കറിയാം. വാർത്ത ഇപ്പൊ അറിയത്തില്ലേ? സൂപ്പർ, എന്തായാലും അടിപൊളി വാർത്തകൾ, കൊള്ളാം. വാർത്തകൾ ഇത് ആരാ പഠിപ്പിച്ചത് ഇത് ചെയ്യാൻ വേണ്ടി? എന്നെ പഠിപ്പിച്ചത് അന്നത്തുള്ള ഗ്രൂമേഴ്സ് എന്റെ അച്ഛൻ. അച്ഛനാണോ? അച്ഛനിപ്പോ ഉണ്ട്, ഇവിടെ കൂടെ ഉണ്ടോ? അച്ഛനുണ്ട്, കൂടെ ഉണ്ട്. അച്ഛനാണോ അപ്പം ഇന്നിപ്പോ കൊണ്ടുവന്ന? അച്ഛനല്ലേ ഈ മോളി വീഡിയോയും കാര്യങ്ങളും ഒക്കെ എടുക്കുമ്പോ അത് എടുക്കുന്നതൊക്കെ ആരാ? അത് അച്ഛൻ. അമ്മ എടുക്കും. അമ്മ എടുക്കും. അപ്പൊ പേരൻസിനെ എടുക്കാം. അപ്പൊ അമ്മ ചില സമയത്ത് എടുക്കും, അച്ഛൻ ചില സമയത്ത് എടുക്കും. അച്ഛൻ ചില സമയത്ത് ജോലിയിൽ തിരക്കായിരിക്കുമ്പോ അമ്മ എടുക്കും. ആണോ? അപ്പൊ ഈ സ്കൂളിലൊക്കെ പോവാറുണ്ടോ? ഇപ്പൊ കൊറേ ഷോയും പരിപാടിയും ഒക്കെ വരുന്നില്ല, അപ്പം അപ്പൊ അങ്ങനെ ലീവ് എടുക്കും. ലീവാണോ? അപ്പൊ ഫുള്ള് ലീവാണോ? പഠിത്തമൊക്കെ നടക്കുന്നുണ്ടോ? പഠിത്തം അങ്ങനെ നടക്കുന്നുണ്ട്, അന്ന് ഇപ്പൊ നടക്കുന്നുണ്ട്. ഇപ്പൊ ഒരു സിനിമയിൽ അഭിനയിക്കല്ലേ മോള്? ആണോ? അപ്പൊ അതെങ്ങനെയാ, അതിന്റെ വിശേഷം ഒന്ന് പറഞ്ഞ മോള്. അതിന്റെ വിശേഷം, ഞാൻ ഓഡിഷന് പോയി, അവർക്ക് ഇഷ്ടമായി. പിന്നെ കോഴിക്കോട് ഒന്നുകൂടെ പറഞ്ഞോ. കോഴിക്കോട് എന്ന് പറഞ്ഞു. കോഴിക്കോടിലായിരുന്നു ഞാൻ ഷൂട്ട് ചെയ്തത് സിനിമയുടെ. ഓഡിഷന് പോയതോ ഷൂട്ട്? ഷൂട്ടിന് പോയത്. ഓഡിഷൻ പോയത് തിരുവനന്തപുരത്ത് തന്നെ. ഇതില് പോയത്, ഷൂട്ടിന് പോയത് കോഴിക്കോട്. ശരിയാ കറക്റ്റാ. അപ്പോ അങ്ങനെ അവിടെ ചെന്നപ്പോ ഭയങ്കര പനി. എനിക്കറിയൂല, ഭയങ്കര പനി വയ്യപ്പം. എന്നിട്ട് ഷൂട്ട് ചെയ്തു. എന്താന്ന് വെച്ചാൽ എന്റെ ആദ്യത്തെ സിനിമയല്ലേ. അപ്പോ എല്ലാരും ഇങ്ങനെ അവധിക്ക് കാണുമ്പോ ഞാൻ എനിക്ക് സിനിമ കിട്ടിയായിരുന്നു. അപ്പോ അങ്ങനെ പോയതല്ലേ. മാത്രല്ല ഒരു സിനിമയ്ക്കായിട്ട് വന്നതല്ലേ കോഴിക്കോടിന്. അപ്പൊ ആ ഒരു അവസരം കളയാൻ പാടുണ്ടോ? ഇല്ല. അപ്പൊ പോയി, കുറച്ച് ഷൂട്ടേ ഉള്ളായിരുന്നു. ആണോ? അതുകൊണ്ട് കുഴപ്പമില്ല. എത്ര ദിവസം ഉണ്ടായിരുന്നു കോഴിക്കോട് ഷൂട്ട്? 3 ദിവസം ഷൂട്ട് ഉണ്ടായി. എനിക്ക് ഒരു ദിവസം. അപ്പൊ ഷൂട്ടൊക്കെ കഴിഞ്ഞ് സ്കൂളിൽ വന്ന് കൂട്ടുകാരോടൊക്കെ പറഞ്ഞോ ഞാനിങ്ങനെ സിനിമയിൽ അഭിനയിച്ചു എന്നൊക്കെ? ഇല്ല, അതൊരു സർപ്രൈസ് ആയിട്ട്. ആണോ? സിനിമ വന്നിട്ട് അങ്ങനെ സർപ്രൈസ് ആയിട്ട്. ആണോ? എന്താ റിലീസ് ആയി. ആണ് 2024 ആയി. കൂട്ടുകാരൊക്കെ പോയി കണ്ടോ എന്നിട്ട്? ആണോ? എന്താ അഭിപ്രായം എന്താ പറഞ്ഞ? ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും? ആണോ? ഇനി എങ്ങനെ സിനിമ? എന്റെ ക്ലാസ് ടീച്ചർ പറഞ്ഞു, അവര് വേദികയുടെ ഒരു പുതിയ സിനിമ, അങ്ങനെ എല്ലാരും അറിഞ്ഞു. അതാ ഞാൻ പറഞ്ഞ സർപ്രൈസ്. അല്ലെങ്കിൽ എന്റെ കൂട്ടുകാരോട് ഞാൻ പറഞ്ഞ ഒരു മിസ് ഇങ്ങനെ പറയുമ്പോ എന്ത് വിചാരിക്കും? എന്നോട് പറഞ്ഞല്ലോ, എനിക്കറിയാം. ആണോ? അപ്പൊ എല്ലാരും ഞെട്ടിപ്പോയോ മോള് സിനിമയിൽ അഭിനയിച്ചു എന്നൊക്കെ പറഞ്ഞപ്പം? ആണോ? കൂട്ടുകാരെ വിളിച്ചോ? നല്ല നടിയാണ്, കൊള്ളാം, നല്ല അഭിനയാണെന്നൊക്കെ പറഞ്ഞോ? പിന്നെ റിയാലിറ്റി ഷോയില് അവര് ഓരോന്നും കണ്ടിട്ട് അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം പറഞ്ഞു. ആണോ? അവർക്ക് ഞാൻ ചെയ്ത ക്യാരക്ടേഴ്സ് എല്ലാം ഇഷ്ടായത്. ആണോ? എത്ര നാളുണ്ടായിരുന്നു ഷോയില് മോള്? ഇതല്ലാതെ വേറെ അഭിനയിച്ച ഏതൊക്കെയായിരുന്നു റിയാലിറ്റി ഷോയില്? ഈ ന്യൂസ് വായിക്കുന്നതല്ലാതെ വേറെ ഏതൊക്കെ ഉണ്ടായിരുന്നു? വേറെ എനിക്ക് വാത്ര ചെയ്തു, പിന്നെ കൊച്ചമ്മ ചെയ്തു, ജീനി കൊച്ചമ്മ ഇപ്പൊ ആയിപ്പോയേ. കൊച്ചമ്മ ചെയ്തു. പിന്നെ ജൂനിയർ എന്റെ കളറിപ്പറല്ലേ ദൈവങ്ങളെ, അത് ചെയ്തു. ചെയ്യാൻ പറ്റും ഇപ്പം? അത് ഓർമ്മയുണ്ടോ? ഇല്ലല്ലേ. മോൾക്ക് ആദ്യമായിട്ട് ക്യാമറയുടെ മുമ്പിൽ പോയപ്പോ പേടി തോന്നിയോ? ആദ്യമായിട്ട് ക്യാമറ എന്റെ ഓഡീഷൻ. അപ്പൊ ഓഡീഷൻ ഒളിപ്പിച്ചു വെച്ച പോലെയായിരുന്നു. അപ്പൊ ഞാൻ ജഡ്ജസിനെ മാത്രമേ നോക്കുന്നുള്ളൂ. അതുകൊണ്ട് ആ ക്യാമറ ഫ്രൈറ്റ് അങ്ങ് പെട്ടെന്ന് പോയി. ആണോ? അത് കഴിഞ്ഞിട്ട് ഓഡിഷൻ കിട്ടി കഴിഞ്ഞ് മെയിൻ സ്റ്റേജിൽ എത്തിയിട്ട് ആദ്യമായിട്ട് ചെയ്യാൻ നിന്നപ്പോ പേടിയൊന്നും തോന്നിയില്ലേ? പേടി അങ്ങനെ തോന്നില്ല. ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ പോയപ്പോ ബാക്ക് സ്റ്റേജിൽ നിന്നപ്പോ അമ്മ ചെന്നപ്പോ കണ്ടില്ല. ഇനി കേറിയപ്പോഴാണ് എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അത് കഴിഞ്ഞ എല്ലാരും കൈയടിച്ചപ്പോ എന്താ തോന്നി?
അങ്ങനെയല്ലല്ലോ, സെലക്ട് ആവണ്ടേ. സെലക്ട് ആയി കഴിഞ്ഞിട്ട് സെലക്ട് ആയി കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് അങ്ങ് സർപ്രൈസ് ആയി. സർപ്രൈസ് ആയോ? ഞാൻ അവിടെ ഇരുന്ന് ഡാൻസ് കളിക്കായിരുന്നു. അപ്പോഴോ ഞാൻ പാട്ടൊന്നില്ലേ, അപ്പോൾ ഞാൻ ഡാൻസ് ഞാൻ അറിഞ്ഞില്ല ഞാൻ മെഡല് പോയി മേടിക്കണം. കാരണം ഞാൻ കാണുന്നില്ലല്ലോ, മേക്കപ്പും അതും ഇതായിട്ട് തിരക്കല്ലേ. അപ്പൊ ബാക്കി പിള്ളേർ പോയി മേടിക്കുന്ന കാണുന്നില്ല. അപ്പൊ ഞാൻ ഇപ്പോഴും ഡാൻസ് കളിച്ചു. പിന്നെ ജീവചേട്ടൻ എന്നോട് പറയാണ്ട്. മോളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മോള് നന്നായിട്ട് സംസാരിക്കുമെന്ന്? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നല്ല രീതിക്ക് സംസാരിക്കും, നല്ല പക്വതയോടെ സംസാരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടോ? അടിപൊളിയായിട്ട് നല്ല സംസാരിക്കാനുള്ള നല്ല കഴിവുണ്ട് മോൾക്ക്. മോൾക്ക് സിനിമയിൽ അഭിനയിക്കാനാണോ ആഗ്രഹം, അതോ സ്കൂളിൽ തന്നെ പഠിച്ചങ്ങ് പോയാൽ മതിയോ? സിനിമ അഭിനയിക്കാൻ ഇഷ്ടമാണോ? അത് സ്കൂളിൽ പഠിക്കാൻ മടിയായിട്ടല്ല, ഈ സിനിമയിൽ കേറിയിട്ട് തിയേറ്ററിൽ പോയി ഇങ്ങനെ വലിയ സ്ക്രീനിൽ കാണാൻ ഒരു രസമല്ലേ. ആണോ? സിനിമ തിയേറ്ററിൽ പോയി കാണാൻ ഇഷ്ടമാണോ? എല്ലാ സിനിമയും കാണാറുണ്ടോ മോൾ? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഒരു സിനിമ നമ്മൾ വന്നില്ലേ, ഇത് കഴിഞ്ഞ് ഇനി വല്ല പ്രോജക്റ്റും ഉണ്ടോ മോൾക്ക്? ഞാൻ ഈയിടെ ആയിട്ടൊരു ഓഡീഷൻ കൊടുത്ത് അതിൽ കിട്ടി. പിന്നെ ക്യാരക്ടർ പറയാന്ന് വെച്ചിരിക്കുന്നു. പറയാന്ന് വെച്ചാ ഏതാന്ന് അവര് പറയൂ ഇനി? എന്ത് ക്യാരക്ടറാണ് സെലക്ട് ആയി, എന്ത് ക്യാരക്ടറാന്ന് പറയും. അപ്പൊ ഇനി ബാലതാരാണ് സിനിമയിലെ. ഇനി ഭാവിയിൽ നമുക്ക് ഒത്തിരി സിനിമകളിൽ കാണാം. ഭയങ്കര ഇഷ്ടമാണോ സിനിമയിൽ അഭിനയിക്കുന്നത്? ഉണ്ണിമുന്തൻ മോളെ പറ്റി എന്തോ പറഞ്ഞെന്ന് കേട്ടല്ലോ, എന്തായിരുന്നു അത്? ഞാൻ ഒരു റിയാലിറ്റി ഷോ യാത്ര ചെയ്തത്. അപ്പൊ അതിന്റെ ലാസ്റ്റ് എപ്പിസോഡില് ഞാൻ കൃഷ്ണന്റെ അച്ഛനായിട്ട്. അപ്പോ ഉണ്ണിമുന്തൻ അത് കണ്ടോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ കൊറേ കണ്ടു. അങ്ങനെ ഞാൻ വന്നിട്ട് ഫോട്ടോഷൂട്ട് ചെയ്യാൻ, ഫോട്ടോഷൂട്ട് അല്ല സോറി, ഫോട്ടോ എടുക്കാൻ പോയപ്പോ ഉണ്ണിമുന്തൻ ചേട്ടൻ പറഞ്ഞു നല്ലായിരുന്നു, നല്ല ആക്ടിങ് ആയിരുന്നു, അങ്ങനൊക്കെ കൊറേ പറഞ്ഞു. ഫോട്ടോ എടുത്തു വന്നിട്ട് കൂടെ ഫോട്ടോ എടുത്തു. ഈ കൃഷ്ണന്റെ വേഷം മോളി പറഞ്ഞത് ഭയങ്കര ഫേമസ് അല്ലായിരുന്നോ? അതെങ്ങനെയായിരുന്നു? എല്ലാരും ഞാൻ കണ്ടായിരുന്നു, എല്ലാരും ഇങ്ങനെ എണീറ്റ് നിന്ന് കൈയടിക്കുന്നൊക്കെ. അത് എങ്ങനെ ഉണ്ടായിരുന്നു അനുഭവം? പൊന്നിയൊരായിരുന്നു. കാരണം ലോട്ടസിന് ലോട്ടസിന് അത്രക്ക് വെയിറ്റ് ഇല്ല. എനിക്ക് ഭയങ്കര പേടിയാ. മാത്രല്ല കറക്റ്റ് ടൈമിൽ അങ്ങ് പോണം, എണീക്കണം. അപ്പൊ ഇങ്ങനെ കുനിഞ്ഞിരുന്ന് അങ്ങനെ എണീക്കുമ്പോ കൈയും പൊങ്ങണം. കൈ ഇങ്ങനെ വെക്കണം. ആണോ? എല്ലാരും ശരിക്കും കൃഷ്ണനെ കണ്ട പോലെ തോന്നി എന്നൊക്കെ പറഞ്ഞല്ലോ. ഞാൻ കൊറേ പോകേണ്ട. പിന്നെ ലാസ്റ്റ് എപ്പിസോഡിൽ ഞാൻ പറഞ്ഞില്ലേ കൃഷ്ണന്റെ അച്ഛനായിട്ട് ചെയ്തു. അപ്പൊ നെലു മുഴുവനും പോകാം. അപ്പൊ ചില വേറെ പിള്ളേർ അത് ചെയ്യുമ്പോ ചില സമയത്ത് പോകാം. അപ്പൊ ഞാൻ എപ്പോഴും ആഗ്രഹിക്കായിരുന്നു എനിക്ക് അങ്ങനെ പുകയിൽ നടക്കാൻ പറ്റും. അപ്പൊ ഇത് അതിൽ ഒത്തിരി ഇഷ്ടായി. ആണോ? ആഗ്രഹം മൊത്തം നടന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞതിന് ഒരു പാട്ടുണ്ടാക്കാൻ പറ്റുമോ? ഒരു മിനിറ്റ് സമയത്തിൽ മോൾക്ക് ഇഷ്ടമുള്ളത് മലയാളമോ ഇംഗ്ലീഷോ വല്ലാം ഇഷ്ടമുള്ള രീതിയിൽ ഒരെണ്ണം കമ്പോസ് ചെയ്യാൻ പറ്റുമോ? നോക്കാം. എന്നാ നമുക്ക് ഒരെണ്ണം പാടി നോക്കാം. ഓക്കേ, എനിക്കറിയാവുന്ന ഒരു പാട്ട്. ഇത് ചിലപ്പോ എന്തെങ്കിലും ഒരു കുഴപ്പമില്ല. മോള് നോക്കാം, മോൾക്ക് പറ്റുമെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാം, ഇല്ലെങ്കിൽ നമുക്ക് റാപ്പ് പാടാം. ഓക്കേ. Sugar plum, the flowers of life in the mountains with snow. Sugar plum that gives you life, make your happiness grows and flow. Nobody told you how to feel. Nobody ever told you. Yeah, I know about that. But just don't cry. You could always keep it up if you follow your mind. You can always follow your talent in life. You don't have to pick the things that other people want you to pick. So just follow me singing Sugar Plum, the flowers of life in the mountain with snow. Sugar plum gives you life, make your
happiness grows in flow. സൂപ്പർ. ഇതിപ്പോ ഉണ്ടാക്കിയ പാട്ടാണോ? ആ. ഓ അടിപൊളി. നന്നായിട്ട് പാടും. പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. പാട്ട് പഠിച്ചിട്ടില്ലെങ്കിലും അഭിനയം പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ കേട്ടല്ലോ. അതെവിടെയാ പഠിച്ചേ? ഞാൻ ആക്ട് ലാബിൽ പോയി, ഒരു ആക്ട് സ്കൂളിൽ, ആക്ട് ലാബ് ആയ സ്കൂളിൽ പോയി. സജീവ് നമ്പ്യാർ സാറാണ് അന്ന് എന്നെ പഠിപ്പിച്ചു തന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ പഠിച്ച്, കുറേ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. സജീവ് നമ്പ്യാർ സാർ ഭയങ്കര ഫണ്ണായിട്ടായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പാട്ട് പാടി പഠിപ്പിക്കും ചില സമയത്ത് ഇങ്ങനെ കസാര കളി പോലെ ഇങ്ങനെ ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്ത് പോകും. അപ്പോൾ അതിൽ ഓരോ സീറ്റിൽ എഴുതി വെക്കും. ഇപ്പോൾ സാഡ്, ഹാപ്പി അങ്ങനെ കുറേ എഴുതി വെക്കും. അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ചെയ്യായിരുന്നു. ഭയങ്കര ഫണ്ണായിരുന്നു. ആണോ? എന്തൊക്കെ പഠിച്ചു? ഞാൻ സ്റ്റാൻസ്ലാസ്കി ആക്ടിങ്ങും മെത്തേഡ് ആക്ടിങ്ങും പഠിച്ചിട്ടുണ്ട്. അതിപ്പോൾ സ്റ്റാൻസ്ലാസ്കി ആക്ടിങ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഒരു ക്യാരക്ടർ, ഇപ്പോൾ ഒരു കല്യാണ ചെറുക്കൻ അത് നമ്മുടെ രീതിയിൽ ചെയ്യാനാണ് സ്റ്റാൻസ്ലാസ്കി ആക്ടിങ്. മെത്തഡ് ആക്ടിങ് എന്ന് വെച്ചാൽ കല്യാണ ചെറുക്കനാണെങ്കിൽ ആ കല്യാണ ചെറുക്കനെ ഇങ്ങനെ ഫുള്ള് അബ്സോർവ് ചെയ്ത് അതുപോലെ തന്നെ ചെയ്യാം. ആ കല്യാണ ചെറുക്കൻ ഇപ്പോൾ ആ കല്യാണ ചെറുക്കൻ എന്താണെങ്കിലും ആ കല്യാണ ചെറുക്കൻ എങ്ങനെ ഇരിക്കും, എങ്ങനെ സ്വഭാവം. അതായത് ഞാൻ കല്യാണ ചെറുക്കനാണെങ്കിൽ എന്നെ നോക്കി പഠിക്കുന്നത് ഏതായിരിക്കും, ഞാൻ ചെയ്യുന്നത് എന്തൊക്കെയാണോ അത് മെത്തേഡ് ആക്ടിങ്. അല്ലാതെ മോളുടെ രീതി ചെയ്യുകയാണെങ്കിൽ അത് സ്റ്റാൻസ്ലാസ്കി. ലാലേട്ടൻ ചെയ്യുന്നത് സ്റ്റാൻസ്ലാസ്കി ആക്ടിങ്. മമ്മൂട്ടി ചെയ്യുന്നത് മെത്തഡ് ആക്ടിങ്. അപ്പൊ ഇത് പഠിച്ചൊക്കെ ഭയങ്കര ഈസിയാ. ചേച്ചിക്ക് ഇപ്പൊ കൺഫ്യൂസ് ആയെങ്കിൽ മമ്മൂട്ടിയുടെ M, മെത്തഡ് ആക്ടിങ്ങിന്റെ M. അപ്പൊ മമ്മൂട്ടി ചെയ്യുന്നത് മെത്തഡ് ആക്ടിങ്. മറ്റേത് പഠിച്ചു വെച്ചാ പോലെ സ്റ്റാൻസ്ലാസ്കി ലാലേട്ടൻ ചെയ്യുന്നത്. അപ്പം മെത്തേഡ് പഠിച്ചു വെക്കാം. M. ശരി, ഞാൻ മറക്കത്തില്ല. ഒന്ന് പറഞ്ഞിപ്പോ. മമ്മൂട്ടി ചെയ്യുന്നത് മെത്തേഡ് ആക്ടിങ് അല്ലേ? ലാലേട്ടൻ ചെയ്യുന്നത് സ്റ്റാൻസ്ലാസ്കി ആക്ടിങ് ആണോ? കറക്റ്റ് അല്ലേ? ഞാൻ പഠിച്ചു. എനിക്ക് ഇനി അഭിനയം അറിയാം. ഈ അഭിനയം പഠിച്ചു കഴിഞ്ഞിട്ട് എത്ര നാളുണ്ടായിരുന്നു അവിടെ? 3 ദിവസം. 3 ദിവസം നന്നായിട്ട് പഠിച്ചു. 3 ദിവസമേ ഉള്ളായിരുന്നു. എനിക്ക് ഭയങ്കര ഫണ്ണല്ലായിരുന്നു. അപ്പൊ ഭയങ്കര വിഷമായി പോകുന്ന ദിവസം. മോൾ അവിടെ കൂടെ ഉള്ള ആരെങ്കിലും ഉണ്ട് ഇപ്പൊ സിനിമയിലൊക്കെ? ഞാൻ ചെയ്തോണ്ടിരുന്നപ്പോ ആ 3 ദിവസം ട്രെയിനിങ് ഇതില് അനുരൂപ് ചേട്ടൻ ഉണ്ടായിരുന്നു എന്റെ കൂടെ പഠിക്കാനുണ്ടായിരുന്നോ? അപ്പോ ആ ചേട്ടൻ്റെ കൂടെ കുറെ സ്കിറ്റ് ചെയ്തു. അനുരൂപ് ചേട്ടൻ സിനിമയിലൊക്കെ ഉള്ളത്? നമ്മുടെ തിങ്കളാഴ്ച നിശ്ചയത്തിലുള്ള കല്യാണ പെണ്ണിനെ നോക്കാൻ ആണ്. ചേട്ടനോടൊപ്പം അഭിനയിച്ചിട്ടുണ്ടോ? സ്കിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ചേട്ടനോട് സിനിമയും ചെയ്യാൻ പറ്റുമല്ലോ. നമ്മൾ സിനിമയിലൊക്കെ ഇറങ്ങിയല്ലോ. നമുക്ക് അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യും. നന്നായിട്ട് അഭിനയിക്കത്തില്ലേ മോള്? ചെയ്തു നോക്കാം. ഞാൻ കുറച്ച് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. നവരസം കേട്ടിട്ടുണ്ടോ? നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഞാൻ പറയും, ചെയ്യണം. തുടങ്ങാം. ശൃംഗാരം ചെയ്യാൻ പറ്റുമോ മോൾക്ക്? ശൃംഗാരം ദേഷ്യമല്ല, ഇങ്ങനെ റൊമാൻസ്, ശൃംഗാരം, നാണം. ചെയ്യാം. നാണം കാലൊക്കെ ഇങ്ങനെ. വീരം ദേഷ്യമല്ല. ഈ രാജാക്കന്മാരെയൊക്കെ കണ്ടിട്ടില്ല? വീരം, ഗമ അത് തന്നെ. രൗദ്രം എന്താന്നറിയോ? ദേഷ്യപ്പെടുക. ദേഷ്യം. ഞാനും പേടിച്ചു. ഹാസ്യം ഇപ്പൊ ചെയ്തത്. ഹാസ്യം, ചിരി, നല്ല പൊട്ടിച്ചിരി. ഇത് തന്നെ. ഇതൊക്കെ തന്നെയാണോ സിനിമ ചെയ്യുന്നത്? ഇപ്പൊ ചെയ്യുന്ന പോലെ ചിരിക്കാൻ പറയുമ്പോഴത്തേക്ക് നാച്ചുറൽ ചിരി കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമുക്ക് സിനിമയില് ഫേക്ക് ചിരി അറിയപ്പെടും. ആണോ? അപ്പൊ നമ്മൾ എന്തെങ്കിലും ഫണ്ണായിട്ട് ആലോചിച്ച് വെച്ചേക്കണം. ആണല്ലേ? ഇനി നമുക്ക്
എന്തായിരുന്നു ശരി പറഞ്ഞ? ഞാൻ ചോദ്യം മറന്നുപോയി. ഇങ്ങനെ എന്നോട് തിരിച്ചു പറഞ്ഞപ്പോ ഞാൻ ചോദ്യം അങ്ങ് മറന്നു. മോളില്ലേ ഇപ്പം സിനിമയിൽ അഭിനയിച്ച് ഇപ്പൊ നമുക്ക് കൊറേ നടന്മാരില്ലേ, മോൾക്ക് ഇതിൽ ആരുടെ കൂടെ അഭിനയിക്കണം എന്ന് ഏറ്റവും ആഗ്രഹമുള്ളത്? ദിലീപ് ചേട്ടൻ. ദിലീപ് ചേട്ടനോ? ദിലീപ് ചേട്ടനോ ഉണ്ണിമുന്തൻ ചേട്ടൻ. ആണോ? ഇവരുടെ കൂടെ രണ്ടുപേരുടെയും കൂടെ അഭിനയിക്കണം. നടിയായിട്ട് അഭിനയിക്കണോ മോളായിട്ട് അഭിനയിക്കണോ? മോളായിട്ട്. കുഞ്ഞല്ലേ. എനിക്ക് പിന്നെ കണ്ടു ഉണ്ണിച്ചേട്ടനെ. ആ പരിപാടി കഴിഞ്ഞിട്ട് ഉണ്ണിച്ചേട്ടനെ കണ്ടോ? കണ്ടതേ ഇല്ല. അപ്പൊ ഇത് കാണുമ്പോ ഇനി അറിയും സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹം ഉണ്ടെന്ന്. നമുക്ക് അങ്ങനെ സിനിമ ദിലീപേന്റെ സിനിമയൊക്കെ മോള് കാണാറുണ്ടോ? ഇഷ്ടമുള്ള സിനിമ ഏതാ? കൊറേ ഉണ്ടോ? ഏതൊക്കെയാ? 3 ഞാൻ പറയാം. 3. ഓക്കെ. കാരണം ബാക്കി പേരിൽ പണ്ടത്തെ സിനിമ ഒരെണ്ണം പവിക്കരട്ടേക്കർ റീസെന്റ് ഇറങ്ങിയതാ. പവിക്കരട്ടേക്കർ. അത് കഴിഞ്ഞ് മായാമോഹിനി, ദിലീപ് ചേട്ടൻ ഒരു പെണ്ണായിട്ട് വരുന്ന. അറിയാം. പിന്നെ CID മൂസ. ഭയങ്കര ഫണ്ണല്ലേ അത്? ഭയങ്കര. മായാമോഹിനിയില് ദിലീപ് ചേട്ടൻ ആ ഡ്രസ് ഇട്ട് ആ ക്യാരക്ടർ തന്നെയായി. ആ പെണ്ണ് ക്യാരക്ടർ തന്നെയായി. ശരിക്കും പെണ്ണായി. അതിന് സ്റ്റാൻസ്ലാസ്കി ആക്ടിങ്ങും പറയാൻ പറ്റൂല, മെത്തഡ് ആക്ടിങ്ങും പറയാൻ പറ്റില്ല. കാരണം അത് ഡ്രസ് ഇടുമ്പോ ആ ക്യാരക്ടർ ആവാം. അപ്പൊ അതെന്താ അങ്ങനെ ഒരു പേരില്ലേ അതിന്? അത് കണ്ടുപാടണം. ചിലപ്പോ ദിലീപ് ആക്ടിങ് ആയിരിക്കും. അപ്പൊ എന്റെ അമ്മൂമ്മ പറയും ഞാൻ അങ്ങനെയാന്ന്. ഡ്രസ് ഇടുമ്പോ ഇപ്പൊ ഞാൻ ഈ ഡ്രസ് ഇട്ടിട്ട് ഇത്ര ആക്റ്റീവ് അല്ലേ, അതുകൊണ്ട് ഈ ഡ്രസ് ഇട്ടാ ഞാൻ ആക്റ്റീവ്, വേറെ ഡ്രസ് ഇട്ടാ വേറെ ഇതായിരിക്കും. അപ്പൊ വെള്ള ഡ്രസ് ഇട്ടാലോ? വെള്ള ഡ്രസ് അങ്ങനെയല്ല, വെള്ള ഡ്രസ് കളറിലല്ല. ഓക്കെ. അപ്പൊ ബ്രൈറ്റ് ഇട്ട് കഴിഞ്ഞാ ഹാപ്പി ആണ് ആള്. അത്ര പഫി ആയിട്ട് പ്രിൻസസിനെ പോലെ. ഓ വാവ്, പ്രിൻസസ്. അപ്പൊ എന്റെ അമ്മൂമ്മ എന്നെ കുഞ്ഞു ദിലീപിനെ കുഞ്ഞു ദിലീപ്. അപ്പൊ കുഞ്ഞു ദിലീപ് മാറി വലിയ ദിലീപ് ആകട്ടെ, നല്ല സൂപ്പർ സിനിമകളൊക്കെ ചെയ്തിട്ട്. ഇത് നമ്മള് ഒരു റാപ്പ് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ഏതാ പാടാൻ പോകുന്നത്? ബിഗ് ഡോഗ്സ് പഠിക്കും. Wait a minute, get it how you live it. 10,000 members standing on a Benizama. Big City, underground meta, top notch host, get the most, nothing lesser. Straight terror, project of your era. Pushing culture, baby, got a product you can measure. Trendsetter, the one who gets a matter. Swelling while I'm bumpy, project petter. Yeah. Wow. അടിപൊളി, സൂപ്പർ, നന്നായിട്ട് പാടിയിട്ടുണ്ട്. ഞാൻ ഒരു റാപ്പും കൂടെ പാടിക്കും. ഏതാ? അത് നീരജ് മാധവൻ ആണോ ചേട്ടന്റെ. അപ്പോ പാടട്ടെ? പാടിക്കും. അരക്ക് വന്നമില്ലടെ പേടി കൊടുക്കാൻ നിൽക്കേണ്ട പിള്ളേരെ കേറി തേട്ട് തൊണന്താ വെറുതെ കേറി തുറത്തി പണിയും തേടി തേടി പഞ്ഞിക്കില്ല സീൻ ചുമ്മാ പിന്നിക്കളിയും സീൻ തൊട്ടാ വെട്ടിക്കളിയും സീൻ വിട്ടോ വിട്ടോ മനസ്സി മോനെ ടീ ടൂളടെ ടീമേഡ് ലെറ്റ് ഫൈറ്റ് ബിഗ് യാ. എനർജി കയറി. അടിപൊളി. അപ്പൊ റാപ്പൊക്കെ ഭയങ്കര ഇഷ്ടല്ലേ? പാട്ട് പഠിക്കാൻ പോയിട്ടുണ്ടോ മോള്? ഇല്ല, പഠിക്കാൻ പോയിട്ടില്ല. എനിക്ക് എന്റെ ഹോബി എന്താന്ന് വെച്ചാ, എനിക്ക് ഇപ്പൊ മൊബൈൽ TV ഇട്ട് ഞാൻ പാട്ട് വെക്കും. എനിക്ക് ഇംഗ്ലീഷ് സോങ്സ് ഭയങ്കര ഇഷ്ടം. ആണോ? ഈ ഒരു ഇംഗ്ലീഷ് സോങ്ങിന്റെ ക്രേസ് ആരാ കൊണ്ടുവന്നു? എങ്ങനെ വീട്ടിലെല്ലാവരും ഇംഗ്ലീഷ് സോങ്ങേ കേൾക്കത്തുള്ളൂ? അച്ഛൻ അങ്ങനെയാണോ? അച്ഛന് ഇഷ്ട. ആണോ? പക്ഷെ ഞാൻ ഇച്ചിരി കൂടെ പ്രിഫർ ചെയ്യുന്ന ഈ പെണ്ണുങ്ങള് പാടുന്നത്. എനിക്ക് ഒത്തിരി എന്ന് വെച്ചാ എനിക്ക് എല്ലാം ഇഷ്ട, എല്ലാ പാട്ടും. എനിക്ക് റാപ്പ് അതിനോട്ട് അത്ര ഇല്ല. സോങ്സ് എന്ന് പറയുമ്പോ റാപ്പ് പഠിച്ചെടുക്കാൻ എനിക്ക് ഇഷ്ടം, പക്ഷെ കേൾക്കാൻ ഇച്ചിരി ഇതാ. പക്ഷെ എനിക്ക് സോങ്സ് അറിയുമ്പോ ഇപ്പൊ കൊറേ എനിക്കിഷ്ട. അതിന്റെ ഒരു ഇപ്പൊ പാടുമ്പോ ഒരു മോഡുലേഷൻ ഒക്കെ, അപ്പൊ ഞാൻ അതെല്ലാം ഇഷ്ട. വലിയ വാക്കാണല്ലോ. ഞാനിതൊക്കെ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. ഇപ്പൊ മോൾക്ക് എങ്ങനെയാ വലുതാകുമ്പോ സിംഗർ ആകണോ ആക്ട്രസ് ആകണോ? എങ്ങനെയാണ്? രണ്ടും ആവണം. ആകും, കുഴപ്പമില്ല. സിംഗറും ആകാം, ഇതും ആകാം. അപ്പം മോളിനി ഭാവിയിൽ വരുന്ന ഒരു നടിയാണ്. ഓക്കെ. അപ്പൊ നമുക്കിനി ബിഗ് സ്ക്രീനിൽ മോളുടെ എല്ലാ സിനിമകളും കാണാം. ഞാൻ മോളുടെ ടാലൻസ് വായിച്ചപ്പോഴത്തേക്ക് നിമിഷ നേരത്തിനുള്ളിൽ കരയാൻ പറ്റുമെന്ന് കേട്ടു. ശരിയാണോ? സാധാരണ ആൾക്കാർ 2 കണ്ണിൽ കൂടെ കരയുന്നത്, മോൾ ഒറ്റ കണ്ണിൽ കൂടെ കരയുമെന്ന് കേട്ടിട്ടുണ്ട്. ഏത് കണ്ണിൽ കൂടെ കരയും? ഞാൻ പറയുന്ന കണ്ണിൽ കൂടെ കരയുവോ? ഏതാ? ഈ കണ്ണിൽ കൂടെ കരയുവോ? നമുക്ക് അങ്ങനെ കരഞ്ഞോണ്ട് നമുക്ക് പരിപാടി അവസാനിപ്പിക്കാം. എന്ത് പറയുന്നു?
അടിപൊളി.